മൾട്ടിമീഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നമ്മളൊരു കരോക്കെ ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2.1 സ്റ്റീരിയോ കരോക്കെ ആംപ്ലിഫയർ. അതായത് ഒരു പ്രൊഫഷണലായിട്ടൊക്കെ നിങ്ങൾക്ക് കരോക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നൊരിൽ അതിന് പറ്റിയ ഒരു അടിപൊളി ആംപ്ലിഫയർ. പ്രൊഫഷണലായിട്ട് കരോക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാട്ടുകളൊക്കെ പാടുന്ന ആർക്കും ഈ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യാം. കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആംപ്ലിഫയർ ആണ്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ഒരു ആംപ്ലിഫയർ. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിടെക്കിന്റെ കരോക്കെ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് മൈക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിടെക്കിന്റെ കരോക്കെ ബോർഡാണ്. അതുപോലെ ഇതിന്റെ സബ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 100 വാട്ട്സ് ആണ്. സബിന് നമ്മൾ 100 വാട്ട്സിന്റെ ബോർഡാണ് നമ്മൾ സബിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 3055 2955 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ രണ്ട് ചാനലിനായിട്ട് 100+100 ആണ് ഇതിൽ വാട്ട്സ് വരുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 52001943 തോഷിബയുടെ ഒറിജിനൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോയിലും കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സിനിമ പാട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി കയറി ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം ഇതാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3.5 ഇഞ്ചിന്റെ ക്യാബിനറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പവർ സപ്ലൈ നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ 10 ആംപിയറിന്റെ 10 ആംപിയറിന്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 25025 ആണ് നമ്മളിവിടെ ഈ രണ്ട് ബോർഡിനായിട്ടും ടാപ്പിംഗ് നമ്മൾ എടുത്തിരിക്കുന്നത്. 25025 ആണ്. പിന്നെ 12012ന്റെ ഒരു 3 ടാപ്പിംഗ് കൂടെ ഉണ്ട്. ആ ടാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയും പിന്നെ ഫാൻ ലൈറ്റ് അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഈ ബോർഡ് നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ബോർഡിൻ്റെ സെപ്പറേറ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഒരു വീഡിയോ ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നമ്മൾ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. അതായത് ഒരു വാട്ട്സ് കുറവ് മതി, ഒരു 10 ഇഞ്ചിൻ്റെ ഒക്കെ സബ് യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ടിപ്പ് 3055 2955ൻ്റെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ബാസ്റ്റബിൾ ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ പവർ സപ്ലൈ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇതിൽ 4750 വോൾട്ടിൻ്റെ കെൽട്രോണിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ കമ്പോണൻസുകളൊക്കെ ഒറിജിനലാണ്. ഇപ്പോൾ ഈ ഒരു ബോർഡിലാണെങ്കിലും തോഷിബയുടെ 52001943 ട്രാൻസിസ്റ്റർ വരുന്നത് ഒറിജിനൽ ട്രാൻസിസ്റ്ററാണ്. പിന്നെ ഇതാണ് ഈ ഒരു നമ്മളുടെ ഈ ഒരു ബോർഡിൻ്റെ 3-വേ ടോൺ കൺട്രോൾ ബോർഡ് ഇതാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സ്ഥലപരിമിതി മൂലമാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിടെക്കിൻ്റെ കരോക്കെ ബോർഡാണിത്. അപ്പോൾ ഈ ഒരു ബോർഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വോളിയം വരുന്നുണ്ട്. പിന്നെ എക്കോ ഡിലേ, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മാസ്റ്റർ വോളിയം കൺട്രോളും ഒക്കെ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെയിൻസ് ഓഡിയോസിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ബ്രെയിൻസ് ഓഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലാരിറ്റി ഓഡിയോ കിട്ടുന്ന ഒരു ബോർഡാണ് ഈ ബ്രെയിൻസ് ഓഡിയോസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബ്രെയിൻസ് ഓഡിയോസിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോഡ്യൂളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, വലിയ ഡിസ്പ്ലേ ആണ്, നല്ല ഓഡിയോ ക്വാളിറ്റി പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ റിലേ സബിന് വേണ്ടിയും രണ്ട് ചെറിയ റിലേ രണ്ട് ചാനലിന് വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബക്ക് കൺവേർട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബക്ക് കൺവേർട്ടർ നമ്മൾ ഫാനിനും ലൈറ്റിനും വേണ്ടിയാണ് ഈ ഒരു ബക്ക് കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഈ വയറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ലേശം പോലും നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പക്ക സൈലൻ്റ് ആണ്. ആംപ്ലിഫയർ നല്ല സൈലൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബനാന സോക്കറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ചാനലിന് വേണ്ടിയും അതേപോലെ സബിന് വേണ്ടിയും നമ്മൾ ബനാന സോക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റും ഇത് ഫ്രണ്ട് റൈറ്റും ഇത് സബ് ഊഫറുമായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 3 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു AC കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 പിൻ AC കോഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു 6 RCA കൊടുത്തിട്ടുണ്ട്. ഈ 6 RCAയിൽ ഇതാണ് നമ്മൾ ഓക്സ് ലെഫ്റ്റും റൈറ്റുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന FM-ൻ്റെ ആൻറ്റിനയായിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പം കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് മെൻഷൻ ചെയ്യണം. ഇത് മറന്നുപോയതാണ്, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം.
ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. നമ്മളൊരു മാറ്റ് ഫിനിഷിൽ, അതായത് നല്ല നല്ല ഒരു തിക്നെസ്സിൽ നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഒരു അക്രലിക് ഷീറ്റാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മളുടെ ആ ഒരു വർക്കിനകത്തും ഉണ്ടാവും. നമ്മൾ ഒരു 3D കട്ടിംഗ് ഒക്കെയാണ് നമ്മളുടെ ആ S&T ഓഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്തിരിക്കുന്നത് 3D കട്ടിങ്ങിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ 40 mm 2 നോബുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അഹൂജയുടെ റോക്കർ സ്വിച്ചാണ് നമ്മളിവിടെ, സ്ക്വയർ സ്വിച്ചാണ് നമ്മളിവിടെ ഓൺ ഓഫ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് നമ്മളൊരു ഗ്ലോസി ഫിനിഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ USB-ക്കുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൻ്റെ സൈഡ് നമ്മൾ 3D കട്ടിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ട് മൈക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ അവിടെ തന്നെ മൈക്ക് 1-ൻ്റെയും മൈക്ക് 2-ൻ്റെയും വോളിയം കൺട്രോളർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എക്കോയ്ക്ക് വേണ്ടിയുള്ള ഒരു കൺട്രോളറും ഡിലേക്ക് വേണ്ടി ഒരു കൺട്രോളറും പിന്നെ മാസ്റ്റർ കൺട്രോളറായിട്ട് ഇവിടെ ഒരു കൺട്രോളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.